മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിൽ. മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ വി ശിവപ്രസാദിനെ വിജിലൻസിന്റെ കോഴിക്കോട് യൂണിറ്റ് നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്. പ്രതിമാസം 3 ലക്ഷത്തോളം രൂപ സർക്കാർ ശമ്പളം കൈപ്പറ്റുന്ന ഡോക്ടർ 7 ലക്ഷം രൂപയ്ക്ക് ശമ്പളത്തിലാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് നടത്തി വരുന്നതെന്ന് വിജിലൻസ് അറിയിച്ചു. ഡോക്ടറെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ ആദ്യം കാണാം. റിയാസ് KMR ചേരുന്നു വിശദാംശങ്ങളുമായി. റിയാസ്, ഏതായാലും സർക്കാർ ആശുപത്രിയിൽ ഒരു ഡോക്ടറാണ് ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർക്ക് സ്വകാര്യ പ്രാക്ടീസിന് അനുമതിയില്ല, നിയമപരമായ അനുമതിയില്ല. എന്നാൽ നിയമം ലംഘിച്ചുകൊണ്ട് പല ഡോക്ടർമാരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഈ മാനന്തവാടി മെഡിക്കൽ കോളേജിലുള്ള കാർഡിയാക് തെറാസിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ വി ശിവപ്രസാദ് മലപ്പുറം ജില്ലയിലെ മലപ്പുറം കോട്ടക്കലിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് നടത്തുന്ന വിവരം വിജിലൻസിന്റെ സർപ്രൈസ് ചെക്കിങ്ങിനിടെ കണ്ടെത്തിയത്. വിജിലൻസ് ഉദ്യോഗസ്ഥർ അവിടെ അപ്പോയിന്റ്മെന്റ് നേടി, ഒരു രോഗി എന്ന രീതിയിൽ അപ്പോയിന്റ്മെന്റ് നേടി പരിശോധനയ്ക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ വി ശിവപ്രസാദ് ഒരു മാസം സർക്കാർ ശമ്പളം എന്ന രീതിയിൽ 3 ലക്ഷത്തോളം രൂപ ശമ്പളം കൈപ്പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഡോക്ടറാണ് സ്വകാര്യ ആശുപത്രിയിൽ അതുകൂടാതെ 7 ലക്ഷം രൂപയ്ക്ക് പ്രതിമാസം ഒരു ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഒരുപക്ഷെ ഗൗരവകരമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കോഴിക്കോട് വിജിലൻസ് സംഘം, കോഴിക്കോട് വിജിലൻസ് യൂണിറ്റ് ഡിവൈഎസ്പി കെ ബിജുവിന് ലഭിച്ച സ്വകാര്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ യൂണിറ്റിലെ ഇൻസ്പെക്ടറായിട്ടുള്ള കെ ശംഭുനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം, SI-മാരായിട്ടുള്ള സന്തോഷ് കുമാർ, അബ്ദുൽ സലാം, ഒപ്പം തന്നെ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ഷോജി രാഹുൽ എന്നിവരടങ്ങുന്ന സംഘം ഇവിടെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തി ഈ ഡോക്ടറെ പിടികൂടിയിട്ടുള്ളത്. ഇങ്ങനെ സർക്കാർ ശമ്പളം കൈപ്പറ്റി പ്രൈവറ്റ് ആശുപത്രികളിൽ പ്രാക്ടീസ് നടത്തി വരുന്ന 200ഓളം ഡോക്ടർമാരുണ്ട് എന്ന വിവരമാണ് വിജിലൻസിന് ലഭിച്ചിട്ടുള്ളത്. അവരെല്ലാം തന്നെ ഇപ്പോൾ വിജിലൻസിന്റെ നിരീക്ഷണത്തിലുമാണ്. എന്തായാലും മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറെയാണ് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ വിജിലൻസ് പിടികൂടിയത്. മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ വി ശിവപ്രസാദിനെയാണ് വിജിലൻസിന്റെ കോഴിക്കോട് യൂണിറ്റ് നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. പ്രതിമാസം 3 ലക്ഷത്തോളം രൂപയാണ് ഇയാൾ സർക്കാർ ശമ്പളം കൈപ്പറ്റുന്നത്. ഈ ഡോക്ടർ തന്നെയാണ് സ്വകാര്യ ആശുപത്രിയിൽ 7 ലക്ഷം രൂപയ്ക്ക് സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് നടത്തുന്നത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.